ഹലോ വെൽക്കം ടു മറിയംസ് ലിറ്റിൽ ഓവൻ. ഹലോ വെൽക്കം ടു മറിയംസ് ലിറ്റിൽ ഓവൻ. അപ്പോൾ നമുക്ക് നല്ല സ്മെല്ലുള്ള, അതായത് ചിക്കൻ മസാല, ബീഫ് മസാല, കബ്സ മസാലയ്ക്കൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഒരു ഗരം മസാലേൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഇതൊന്ന് ഒരു കുറച്ച് എമൗണ്ടെങ്കിലും എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഹാഫ് ആണെങ്കിലും വേണ്ടിയില്ല, അതെടുത്തിട്ട് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്കൊന്ന് ആദ്യം ഒന്ന് മെഷർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇൻഗ്രീഡിയൻസും അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ അതിലേക്ക് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കുപ്പിയിലുള്ള എല്ലാ ഇതും കൊട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഏലക്ക ഒരു 2 ടേബിൾ സ്പൂൺ ഏലക്ക എടുക്കുക. നല്ല പച്ച ഏലക്ക ആകുമ്പോൾ കുറച്ചുകൂടി സ്മെല്ലും ഫ്ലേവറും കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാൻ ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചേർക്കാത്ത ഒരു ഐറ്റമാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്, അതായത് ചെറിയ ജീരകം. ചെറിയ ജീരകം ഇതിൽ 1 ടേബിൾ സ്പൂണിലും കുറച്ച് കുറവായിട്ട് നമ്മൾ ചേർക്കണം. അതാണ് അതിൻ്റെ ഫ്ലേവർ തന്നെ മാറ്റുന്നത്. മസാലപ്പൊടിക്ക് കുറച്ചും കൂടി കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത് ഈ ചെറിയ ജീരകമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 1 ടേബിൾ സ്പൂൺ ഫുള്ള് ഞാനത് എടുത്തിട്ടില്ല, അത്രയും എടുത്താൽ മതി കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പാകം. പിന്നെ കുറച്ച് പെരിഞ്ജീരകം എടുക്കുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂണും കുറച്ചുകൂടി പെരിഞ്ജീരകം എടുക്കുക. അത് നമ്മളെപ്പോഴും മസാലപ്പൊടിക്ക് അങ്ങനെയല്ലേ ചെയ്യുക, പെരിഞ്ജീരകം ഒഴിക്കുമല്ലോ കൂടുതലെടുക്കുക. അപ്പം അങ്ങനെ പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂണും കുറച്ച് കൂടുതലും കൂടി എടുക്കുക. അപ്പോൾ എൻ്റെ അത്രയും കറക്റ്റായിട്ട് ഞാൻ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗ്രാമ്പു ആണ്. ഗ്രാമ്പു നമുക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ എടുക്കാം. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ, നല്ല വേറെ ലെവലായിരിക്കും. പിന്നെ ബിരിയാണിക്കും ചിക്കൻ ഫ്രൈക്കും ഒക്കെ ഇത് കുറച്ച് നമ്മൾ സാധാരണ ഇടുന്നതിൻ്റെ പകുതി ഇട്ടാൽ മതിയാവും. പിന്നെ പട്ടയാണെങ്കിൽ ഒരു 10-15 പീസായിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കി എടുക്കുക. അത്രയും മതിയാവും കേട്ടോ പട്ടയൊക്കെ. പിന്നെ മെയിനായിട്ട് നമ്മൾ ചേർക്കാത്ത വേറൊരു ഐറ്റമാണ് ഇതിലേക്ക് ജാതിക്ക വേണം. ജാതിക്ക എന്ന് പറയുമ്പോൾ ഒരു 3 ജാതിക്ക ഈ അളവിലായിട്ട് കറക്റ്റായിരിക്കും, കൂടത്തൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഇപ്പോൾ ജാതിക്കയുടെ ഫ്ലേവറൊക്കെ ഒരുപാട് വരൂലേ, പക്ഷേ അതിലേക്ക് ജാതിക്ക അത്ര ഇടുമ്പോൾ അത് പെർഫെക്റ്റ് റേഷ്യോ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് പിന്നെ വേണ്ടത് കുരുമുളകാണ്. കുരുമുളകും 1 ടേബിൾ സ്പൂൺ തന്നെ. എരിവും അങ്ങനെയൊന്നും കൂടത്തൊന്നുമില്ല കേട്ടോ. ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ചാനലിലിടുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ 3 ജാതിക്ക ഇതിൻ്റെ ഷെല്ല് നമ്മൾ പൊടിച്ചളയണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തെ കുരുവാണ് നമ്മൾ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ ഷെല്ലൊന്ന് പൊട്ടിച്ചിട്ട് കൊണ്ടുവരാം. അതും കൂടി നമുക്ക് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇടണം. പക്ഷേ ഇത് വറുക്കുന്നതിന് മുമ്പും ഒരു പ്രോസസ്സും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം നോക്ക്, ഇത് കണ്ടില്ലേ, 1 ടേബിൾ സ്പൂണോളം ഉലുവ. ഈ ഉലുവ ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇത് ഉലുവ ചേർക്കുമ്പോൾ കഴിക്കൂലേ, പക്ഷെ അങ്ങനെയൊന്നുമില്ല, നല്ല സ്മെല്ലും ഫ്ലേവറും ഈ ഉലുവ അതിന് കൊടുക്കും. അപ്പോൾ ആദ്യം ഉലുവ ഇടണമെന്ന് വെച്ചാൽ അത് പെട്ടെന്നൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉലുവ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒരുമിച്ചിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഉലുവ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഉലുവ ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരിട്ട് വറുത്താൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നോക്ക്, നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ജാതിക്ക ഞാനിതൊന്ന് പൊട്ടിച്ചു കൊണ്ടുവരട്ടെ. അപ്പോഴത്തേക്ക് ഇതൊന്ന് ബാക്കിയുള്ളതൊന്ന് ചൂടായിട്ടും വരും. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഫ്രണ്ട്സ്. ഇതുപോലെ ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് പ്ലേലിസ്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി ജാതിക്കയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമുക്ക് ജാതിക്ക ഞാൻ സീഡൊക്കെ അതിൻ്റെ ഷെല്ല് കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചെറുതാക്കിയിട്ട് ഒന്നുകൂടി നമ്മൾ ഇടിക്കണ കല്ല് വെച്ചിട്ട് ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് എൻ്റെ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ് കേട്ടോ. കുറച്ചുകൂടി പൊട്ടിച്ചിടണമായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒരുപാട് നേരിട്ട് വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നോക്കുക, അതിൽ നിന്ന് നേരിതായിട്ട് ഇങ്ങനെ ആവി പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് പൊടിക്കാം കേട്ടോ. ചൂടോടുകൂടി അത് പൊടിച്ച് കഴിഞ്ഞാൽ മിക്സിക്കും അത് കേടാണ്. അപ്പോൾ ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് പൗഡർ പരുവത്തിൽ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നല്ല ചൂടാറി ആ പൊടിയുടെ ഒരു ചൂടൊക്കെ ആറിയതിന് ശേഷം കണ്ടില്ലേ, ഇതൊരു പ്രത്യേക കളറ് തന്നെയായിരിക്കും കേട്ടോ. ഒരു ഇരുണ്ട ബ്രൗൺ കളറായിരിക്കും. സാധാരണ മസാലപ്പൊടിയുടെ കളറല്ല അത്. ജാതിക്കയും ജീരകവും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ കളർ തന്നെ വേറെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ബിരിയാണിയിലൊക്കെ ചേർക്കുമ്പോൾ ഇത് 1 ടേബിൾ സ്പൂണാണ്, സാധാരണ ടീസ്പൂണാണ് നമ്മൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ മസാലപ്പൊടി പകുതി ചേർത്താൽ മതിയാവും. പിന്നെ ഫ്ലേവർ എന്ന് വെച്ചാൽ നല്ല കിടിലൻ ഫ്ലേവറാണ് കേട്ടോ. ഈ കുപ്പി അടുക്കളയിൽ തുറന്ന് വെച്ച സമയം മുതൽ നല്ല മണമോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതേപോലത്തെ മസാലപ്പൊടി എല്ലാം നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറിയ എമൗണ്ടിൽ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തു നോക്കാം. അപ്പോൾ കബ്സയ്ക്കും മന്തിക്കും ഒക്കെ പറ്റിയ മസാലപ്പൊടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഈ റെസിപ്പി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. മറിയംസ് ലിറ്റിൽ ഓവൻ. ബൈ.